ആത്മനേ പരിശുദ്ധാത്മാവേ, നിൻ തിരുചൈതന്യം ഞങ്ങൾ കേൾക്കണമേ. ത്രിയേക ദൈവത്തിൽ നിത്യസഹായകനേ, നിത്യം വാഴണമേ പരിശുദ്ധാത്മാവേ. ത്രിയേക ദൈവത്തിൽ നിത്യസഹായകനേ, നിത്യം വാഴണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, വരദാനങ്ങളുമായി വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, വരദാനങ്ങൾ. അഗ്നിനാവുകൾ പെന്തക്കോസ്ത് ഒരുക്കധ്യാനം. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കുമെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 3-ാം ദിവസമാണ് ഇന്നേ ദിവസം. പ്രത്യേകിച്ച് ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്, അഗ്നിനാവുകൾ എന്ന ധ്യാന പരിപാടിയാണ് നമ്മൾ തുറന്നിട്ടിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ അന്ന് അപ്പോസ്തലന്മാരുടെ മേൽ വന്നതുപോലൊരു പരിശുദ്ധാത്മാവ് തീനാക്കുകളുടെ രൂപത്തിൽ നമ്മളിൽ വരുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റണം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങി പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് യേശു കർത്താവാണെന്ന് പറയുവാനും അവിടുന്ന് മരിച്ചവരെന്ന് ഉത്ഥാനം ചെയ്തു വന്ന് ഏറ്റുപറയുവാനും എല്ലാവരോടും ഏറ്റുപറയുവാനും ഞങ്ങൾക്ക് കഴിയണമെങ്കിൽ അവിടുത്തെ ആത്മാവിനെ കൂടാതെ പറ്റില്ലല്ലോ. പരിശുദ്ധാത്മാവിനെ നിറച്ച് ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കണമേ അതിനുവേണ്ടി. 1 കൊരിന്ത്യർ 12:3 മുതലുള്ള വാക്യങ്ങളിൽ പറയുകയാണ്, യേശു കർത്താവാണെന്ന് പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും പറയുക സാധ്യമല്ല. പരിശുദ്ധാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് പറയുകയില്ല. എന്ന് പറഞ്ഞാൽ, കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന മിശിഹായുടെ ചിത്രം അസ്ഥികൾ എണ്ണുവാൻ തക്കവണ്ണം മാംസകണങ്ങൾ ഛിന്ന ഭിന്നമാകുമാർ അടിയേറ്റ് തകർന്ന മിശിഹായുടെ ചിത്രത്തിൽ നോക്കിയിട്ട് അതൊരു ശാപത്തിൻ്റെ അടയാളമാണെന്ന് പറയില്ല. ഞാനൊരിക്കലെ കോളേജ് അധ്യാപകരെ ധ്യാനിപ്പിച്ചപ്പോഴേ അവിടുത്തെ ഇംഗ്ലീഷ് വിഭാഗം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ആ ഒരു സ്ത്രീയാണ്. അവരെയാണ് സിസ്റ്റേഴ്സിൻ്റെ കോളേജാണ് ആ ധ്യാനത്തിന് ചാർജ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു, പ്രിൻസിപ്പൽ സിസ്റ്റർ എന്നോട് പറഞ്ഞു, കള്ളൻ്റെ കൈ താക്കോൽ കൊടുത്ത പോലെയാണ് കേട്ടോ, ഇവർക്ക് ഇതൊന്നും ഇഷ്ടമല്ല, അവരിതിനൊക്കെ വിമർശിച്ച് നടക്കുന്ന പാർട്ടിയാണ്, തങ്കച്ചനോട് എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നും തോന്നരുതെന്നൊക്കെ പറഞ്ഞാൽ വിട്ടത് ഒരു മുൻവിധിയോടെ. ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് തുടങ്ങിയത് ഇവർ ചാടി എണീറ്റിട്ട് പറഞ്ഞ്, ഒരു മനുഷ്യനെ പട്ടിയെപ്പോലെ കുരിശിൽ തറച്ച് കൊന്നതിനെ ദൈവമാണെന്ന് അംഗീകരിക്കാൻ എനിക്ക് പറ്റത്തില്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഈ ധ്യാനത്തിൻ്റെ ചാർജ് മാഡത്തിനാണെന്നാണ് തോന്നുന്നത് എന്നാൽ ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ മാഡം ഇങ്ങനെ തുടങ്ങിയപ്പോഴേ തന്നെ പറഞ്ഞാലോ, നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ പിള്ളേരാരെങ്കിലും ചാടി വീണ് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇതൊരു പേഴ്സണൽ പ്രോബ്ലം അല്ലേ, അതുകൊണ്ട് നമുക്ക് വ്യക്തിപരമായിട്ട് സംസാരിക്കാം. ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കട്ടെ. ഞാൻ പറയുന്നത്, അതിനുശേഷം ഒരു 1.5 മണിക്കൂർ ഞങ്ങളിരുന്നു. ആ സഹോദരി ചെറുപ്പം മുതലേ വിശ്വാസപ്രമാണം ചൊല്ലിയ ഉത്തമ കത്തോലിക്ക കുടുംബത്തിലെ പാർട്ടിയാണ്. അതിനേക്കാൾ ഉപരി കൊന്ത കഴുത്തിലുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും പുള്ളിക്ക് പറയുന്നത്, എൻ്റെ സത്യാവസ്ഥ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പലരും കൊന്ത കേട്ട് വിശ്വാസം ഇല്ലാതെ കൊണ്ട് നടക്കണം. ഞാനങ്ങനെയല്ല, ഇത് അന്വേഷിച്ചിട്ട് എനിക്കതങ്ങനെ തോന്നിയത് എന്നൊക്കെ പറഞ്ഞ പാർട്ടിയോട് യേശു കർത്താവാണെന്ന് പറഞ്ഞു കൊടുക്കാൻ തക്ക വിധം, അതായത് ഉടയവൻ, അതാണ് അർത്ഥം. കർത്താവ് ആദത്തിൻ്റെ പാപം മൂലം മൃതരായ മനുഷ്യനെ ജീവൻ തരാനാണ് കർത്താവ് വന്നത്. ആദത്തിൻ്റെ പാപം മൂലം സ്വർഗം നഷ്ടപ്പെട്ട മനുഷ്യനെ സ്വർഗീയരാക്കാനാണ് കർത്താവ് വന്നത്. ഇങ്ങനെ പറഞ്ഞ് യേശുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറയണം, ബൈബിളിൽ നിന്നൊക്കെ വായിച്ചു കൊടുക്കുകയും എൻ്റെ ചില എക്സ്പീരിയൻസൊക്കെ പങ്കുവച്ചപ്പോൾ അവർ പറയാണ്, ഞാൻ ഇതുവരെ ഇത് ചിന്തിച്ചിട്ടില്ല, യേശു ഉയർത്തെണീറ്റെന്ന്. നമ്മൾ യേശു ഉയർത്തെണീറ്റില്ല പിന്നെ അങ്ങനെ ക്രിസ്ത്യാനിയാകും? യേശു ഉയർത്തെണീറ്റെന്ന് വിശ്വസിക്കുന്നവന് മാത്രമേ യേശു ശപിക്കപ്പെട്ടവനാണെന്ന് പറയാതിരിക്കാൻ പറ്റത്തുള്ളൂ. അന്ന് വരെ ശാപത്തിൻ്റെ അടയാളമായിരുന്ന കുരിശ് ഇന്ന് രക്ഷയുടെ അടയാളമായി മാറിയത് ക്രിസ്തു കുരിശിൽ മരിച്ചത് കൊണ്ടാണ്. ക്രിസ്തു കുരിശിൽ മരിച്ചു, അവനെ സംസ്കരിച്ചു, അടക്കം ചെയ്യുക മാത്രമല്ല, കല്ല് വെച്ച് അടച്ചു അവൻ്റെ കല്ലറ. എന്നിട്ട് 3-ാം ദിവസം കല്ലറകളെ ഭേദിച്ചുകൊണ്ട് അവൻ ഉയർത്തെണീറ്റു. ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞ് ബാക്കി കർത്താവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ആ സഹോദരി എന്നോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ ചെറുപ്പം മുതലേ പള്ളിയിലുമൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്, പക്ഷേ ഇടയ്ക്ക് വെച്ച് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നി, എന്താണെന്ന് അറിയത്തില്ല. ഞാൻ പറയുന്നത്, ചില തെറ്റായ ധാരണകൾ നമ്മുടെ ഉള്ളിൽ വന്നാൽ യേശുവിനെ ശപിക്കപ്പെട്ടവനായിട്ട് തന്നെ ചിലപ്പോൾ തോന്നിയെന്ന് വരാം. എന്നാൽ യേശു രക്ഷകനാണ്, യേശു കർത്താവാണ് എന്ന് പറയണമെങ്കിൽ, യേശു എൻ്റെ രക്ഷകനാണെന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവപുത്രനാണെന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും പറയുക സാധ്യമല്ല. അപ്പം അതുകൊണ്ട് പരിശുദ്ധാത്മാ നിറവിനെ ആഗ്രഹിക്കുന്ന 3-ാം ദിവസമായി ഇന്ന് നമുക്ക് യേശു ക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിൽ രക്ഷിതാവും നാഥനുമായിട്ട് സ്വീകരിക്കണം. അതിനെന്താണ് മാർഗം? 1, കർത്താവിൽ നമ്മൾ വിശ്വസിക്കണം. ആദ്യമായിട്ട് യേശുവിനോടൊരു ഐക്യം വേണം.
ബൈബിളിലുടനീളം കാണാവുന്നൊരു വാക്യമാണ് അവനോട് ഐക്യപ്പെടുക. അതായത് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ വേണ്ടി മാമോദിസ സ്വീകരിച്ച നാം അവനെ ധരിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുവാനാണ് ക്രിസ്ത്യാനി മാമോദിസ സ്വീകരിച്ചത്. അവനെ ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ ജീവദാതാവായ യേശു നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ മുഴുവൻ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച് സംസ്കരിക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്ത ശേഷം സ്വർഗത്തിൽ ചെന്ന് അവിടുത്തെ ആത്മാവിനെ നമുക്ക് വർഷിച്ചു തന്നു. ആ ആത്മാവ് നമ്മളിലേക്ക് വർഷിക്കപ്പെട്ടപ്പോൾ അവന് നമുക്ക് ധരിക്കാൻ സാധിക്കും. അവൻ നമ്മളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ദൈവമാണ്. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ വേണ്ടി സ്നാനം സ്വീകരിച്ച നാം അവനെ ധരിച്ചിരിക്കുന്നു. എനിക്ക് ഒത്തിരി അനുഭവമുണ്ട് കർത്താവിനെ അനുഭവിച്ചിട്ടുള്ള ഈ ധരിച്ചിട്ടുള്ളൊരു അനുഭവം. രണ്ടാമത് റോമാലേഖനത്തിൻ്റെ 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുകയാണ്, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ വേണ്ടി മാമോദിസ സ്വീകരിച്ച നാം അവൻ്റെ മരണത്തോട് ഐക്യപ്പെടുവാൻ വേണ്ടിയാണ് മാമോദിസ സ്വീകരിച്ചത്. അവനിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ ശക്തിയിൽ ഉയർത്ത് പാപത്തെ സംബന്ധിച്ച് മരിച്ചവരായ നാം യേശുക്രിസ്തുവിൽ ജീവിക്കുന്നവരായി മാറുന്നു. അതിനും നമുക്ക് കിട്ടുന്നത് യേശുവിൻ്റെ കുരിശുമരണം എനിക്ക് വേണ്ടിയാണ്, യേശുവിൻ്റെ പീഡാസഹനം എനിക്ക് വേണ്ടിയാണ്, യേശുവിൻ്റെ ഉത്ഥാനം എനിക്ക് വേണ്ടിയാണ്. ഉത്ഥാനം ചെയ്ത് യേശുവിൽ വിശ്വസിക്കുമ്പോൾ അവൻ ജീവദാതാവായ ആത്മാവായി നമ്മളിലേക്ക് വരുന്നു. പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗം തന്നെ അതാണ്. നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നവനെ ഇതാ അവൻ ഉയർത്തെണീറ്റിരിക്കുന്നു. അവൻ ഉയർത്തെണീക്കുക മാത്രമല്ല, അവൻ സ്വർഗത്തിലേക്ക് കയറി അവൻ്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ വർഷിച്ചു. അതാണ് നിങ്ങളിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെന്ന് പത്രോസിനെ പ്രസംഗിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവായ യേശുവിനെ രക്ഷകനെന്ന അതിനുമായി സ്വീകരിക്കുമ്പോൾ യേശുവിൻ്റെ ജീവിതത്തിൽ ഉടനീളമുള്ള കാര്യങ്ങളോട് വിശ്വാസത്താൽ ഐക്യപ്പെടാൻ നമുക്ക് സാധിക്കണം. ഉദാഹരണം പറഞ്ഞാൽ, യേശു എന്തുകൊണ്ട് പുൽക്കൂട്ടിൽ ജനിച്ചു? ഇത് നമുക്ക് ഒരു വെളിപാടായി കിട്ടിയാൽ വളരെ ശക്തമാണ് നമുക്ക്. എൻ്റെ അനുഭവത്തിൽ അതാണ്. ഞാൻ ഓർക്കുന്നു, ഒരിക്കലേ എൻ്റെ അമ്മച്ചി മരിച്ചെന്ന് പോലെ ടെലഗ്രാം വന്നു ഹൈറേഞ്ചിലെ. അതുകൊണ്ട് ഞാൻ പ്രസംഗിച്ചിട്ട് സ്ഥലത്ത് കൊണ്ട് തന്നതാണ്. ഞാൻ പെട്ടെന്ന് ആലപ്പുഴയിലെത്തി നോക്കി വന്നപ്പോഴും വീട്ടിൽ വന്നപ്പോഴും അമ്മച്ചി അവിടെ നിൽപ്പുണ്ട്. അമ്മച്ചി അത്താഴം ഭക്ഷണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മച്ചി എന്നോട് ചോദിച്ചാൽ, നീ എപ്പോഴാണ് അറിഞ്ഞത്? ഞാൻ പറയും, ഉച്ചയ്ക്കാണ് ഞാൻ അറിഞ്ഞത്. പറയാൻ കൊള്ളാവോ, അമ്മച്ചി മരിച്ചെന്നുള്ള ടെലഗ്രാം കിട്ടിയിട്ട് വന്നതാണെന്ന്. അപ്പോഴാണ് അപ്പച്ചൻ്റെ പെങ്ങളാണ് മരിച്ചത്. ആ പെങ്ങൾ മരിച്ചപ്പോൾ പെങ്ങളുടെ മകൻ ടെലഗ്രാം ചെയ്തു, മദർ എക്സ്പേർട്ട് സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ ഇടുക്കിയിലൊക്കെ അന്ന് ഫോൺ ഒന്നുമില്ല, പിന്നെ വണ്ടി സൗകര്യമില്ല, റോഡ് സൗകര്യമില്ല. അതുകൊണ്ട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിച്ച് പറയത്തേ ഉള്ളൂ ഞങ്ങളോട്. ഫോണിലെടുത്ത് കിട്ടിയ മെസ്സേജ് ഇങ്ങനെയാണ്, മദർ എക്സ്പേർട്ട് സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. ഇപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അപ്പച്ചൻ്റെ പെങ്ങളാണ് മരിച്ചത്. അവിടെ പോയിട്ട് തിരിച്ചു വന്ന ദിവസം കർത്താവ് ഒരു വെളിപാട് എനിക്ക് തന്നു. അപ്പോൾ ആ ദർശനം എന്താണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ അന്ന് ഒരു ദിവസം ഈ ദർശനത്തിലൂടെ കർത്താവിനോട് സംസാരിച്ച ദിവസമാണ് ആദ്യ അനുഭവം. ഞാൻ വീട്ടിൽ വന്നു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കാനായിട്ട് പാവിരിച്ചപ്പോഴേ എൻ്റെ വീട് ചാണകം മെഴുകിയ തിണ്ണയാണ്. പാവിരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ പായയുടെ കീറിയ ഭാഗത്തൂടെ ചാണകത്തിൻ്റെ പൊടിയകത്ത് വരുന്നത്. അത് കൊട്ടിക്കളഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത്, ദൈവമേ, ഇടുക്കിയിലെ കോർഡിനേറ്ററാണ് ഞാൻ. അവിടെ എസ്റ്റേറ്റ് മുതലാളിമാരും ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ തന്നെ 3 പേർക്ക് ജീപ്പുണ്ട്. പിന്നെ സബ് സോണിൽ പറയേ വേണ്ട, സോണിൽ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ. എല്ലാവർക്കും ഞാൻ സ്വീകാര്യനായ ഒരു ലീഡറാണ് ഞാൻ. അപ്പോൾ അവിടെ നിന്നൊക്കെ ആൾക്കാർ വരും, എവിടെ ഇരുത്തും, ഇവിടെ കിടത്തുമെന്ന് ഓർത്ത് ഞാൻ ആകുലനായി, അസ്വസ്ഥത, എനിക്ക് ഭയങ്കര ടെൻഷൻ. പക്ഷേ ഞാൻ ഹൈറേഞ്ചിലെ ജനങ്ങളോടൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ആർക്കെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ അവൻ ദൈവരാജ്യത്ത് നിന്ന് അകലെയാണ്. കാരണം കർത്താവ് പറഞ്ഞു, വസ്ത്രമില്ലെങ്കിൽ ആകുലപ്പെടരുത്, ഭക്ഷണമില്ലെങ്കിൽ ആകുലപ്പെടരുതെന്ന്. എന്ന് പറയാം, ആകുലത നമ്മുടെ വിശ്വാസത്തിന് വന്ന മന്ദീഭാവമാണെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഒരു മുസ്ലിം സഹോദരൻ്റെ മുഖം എൻ്റെ മനസ്സിൽ കണ്ടു. അദ്ദേഹം എന്നോട് പറയുകയാണ്, സാറേ, വസ്ത്രമില്ലെങ്കിൽ ആകുലപ്പെടരുത്, ഭക്ഷണമില്ലെങ്കിൽ ആകുലപ്പെടരുത്. വിജാതീയരാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്, അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഒരു സഹോദരൻ 5 മക്കളുമായിട്ടൊരു കടത്തിൻ്റെ കിടക്കുകയായിരുന്നു, ചാക്കും പൊതിച്ച്. താറയെ ഞങ്ങളെ വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് വസ്ത്രമില്ലെങ്കിൽ ആകുലപ്പെടരുന്നില്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഭക്ഷണമില്ലെങ്കിൽ ആകുലപ്പെടരുന്നില്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഗോപി, ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തേക്കണം. എന്നിട്ട് ആ മനുഷ്യനെ അന്ന് തന്നെ ഞങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡിലെ ആൾക്കാരുടെ എല്ലാം കൂടെ ചേർന്ന് പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസറെ കണ്ട്, വില്ലേജ് ഓഫീസറെ കണ്ട്, വില്ലേജിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു 3 സെൻറ്റ് സ്ഥലം ഇയാൾക്ക് അനുവദിപ്പിച്ച് അയാൾക്കൊരു കാട്ടിപ്പോയി തടിയൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് അയാൾക്ക് സ്വന്തമായിട്ട് ഞങ്ങളൊരു ചെറിയ കുടിലുണ്ടാക്കി കൊടുത്ത് അതിനകത്ത് കിടത്തി. ആ മനുഷ്യൻ ഇപ്പോൾ എന്നോട് പറയണം, സാറേ, വസ്ത്രമില്ലെങ്കിൽ ആകുലപ്പെടരുത്, ഭക്ഷണമില്ലെങ്കിൽ ആകുലപ്പെടരുത്, സാറല്ലേ പറഞ്ഞത് എന്തൊക്കെ. അപ്പോഴേക്കും എനിക്ക് പിടിവിട്ടു. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, ഞാനവിടെ പറയുന്നത് അഭിനയമാണ്, എൻ്റെ ഹൈറേഞ്ചിലെ പ്രസംഗം, ഹൈറേഞ്ചിലെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ എൻ്റെ അഭിനയമാണോ എന്നൊക്കെ ഓർത്തപ്പോഴേ
ഞാൻ മറ്റൊരു ഗുളിക കഴിക്കുന്നവരെ ഓർത്തു. വേറൊന്നുമല്ല, ഫിലിപ്പിയൻ ലേഖനത്തിലൊരു ഗുളികയുണ്ട്. ആ ഗുളിക ഇതാണ് 4:4. അവിടെ പറയുകയാണ്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലരാകരുത്, മറിച്ച് കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെയും യാചനകളിലൂടെയും നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുവിൻ. അപ്പോൾ നിങ്ങളുടെ ധാരണകളെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കർത്താവായ യേശു ക്രിസ്തു കാത്തുകൊള്ളും. ഇതങ്ങോട്ട് കിട്ടിയത് ഞാനിരുന്ന് സ്തുതിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം എന്നൊക്കെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ചാണകം വടിച്ചു മാറ്റുന്ന ഔസേപ്പ്, ഒരു പിള്ളക്കച്ചയിൽ കുഞ്ഞിനെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന മാതാവ്. ആ കൊച്ചെന്നോട് പറയുകയാണ്, എടാ തങ്കച്ച, പിറന്ന ഇടമല്ല പിറന്നവനാണ് വലുത്, പിറന്ന ഇടമല്ല പിറന്നവനാണ് വലുത്. എനിക്കുള്ളിലൊരു ദർശനം കിട്ടിയ പോലെ, കർത്താവെ, ഞാൻ പിറന്ന സ്ഥലത്തെക്കുറിച്ചാണ് എന്നെ ആകുലപ്പെട്ടുകൊണ്ടിരുന്നത്. ഇതല്ലടാ നിൻ്റെ വലിപ്പം, നീയാണ് വലിയവൻ. ഭൂമിയിൽ നിന്ന് ആർജിക്കുന്നതൊന്നും ഒരുത്തൻ്റെയും വലിപ്പത്തിന് കാരണമാകില്ല എന്നിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ് എന്നൊരു വാക്ക്. അമ്മച്ചി ചോദിച്ചു, എന്താണ് അവിടെ എന്ന് ചോദിച്ചു. നമ്മൾ ചെറിയ വെളിപാട് അമ്മച്ചി, അതുകൊണ്ടാണ് വളരെ സന്തോഷമായി. എൻ്റെ ആകുലതയൊക്കെ മാറി. അപ്പോഴേക്കും പട്ടി കുരച്ചു 2-3 പേര് വന്ന്. ഞങ്ങളുടെ കഥകിൻ്റെ ഒരു മുള്ളുവരിക്കും പലക അടിച്ച വീടാണ് എൻ്റെ വീട്. അതിന് കഥക് പലക തികഞ്ഞ കാരണം ഓല കൊണ്ടാണ് കഥക് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കഥക് മാറ്റി കൊടുത്തപ്പോൾ അവരകത്തേക്ക് വന്നു. എൻ്റെ ഒരു കൂടെ ഞാൻ എവിടെ പോയാലും ശുശ്രൂഷയ്ക്ക് വരുന്ന ആളാണ്. പുള്ളി ഒരു ഒറ്റക്കരച്ചിൽ, തങ്കച്ച, ഞങ്ങൾ എത്ര പേർക്ക് വില വെച്ച് കൊടുത്തു, നമ്മൾ എത്ര പേർക്ക് വീട് നന്നായി കൊടുത്തു, തൻ്റെ വീട് ഇങ്ങനത്താണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പിറന്ന ഇടമല്ല പിറന്നവനാണ് വലിയവൻ. അദ്ദേഹത്തിന് അറിയാമോ, കുറച്ച് മുമ്പ് പരിശുദ്ധാത്മാവ് ചുട്ടു തന്ന അപ്പമാണിതെന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊക്കെ കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് അമ്മച്ചിയോട് പറഞ്ഞത്, അമ്മച്ചി, കഴിഞ്ഞ വ്യാഴാഴ്ച ഈ മനുഷ്യൻ്റെ വീട്ടിൽ നിന്ന് പോയത് വാഷിംഗ് മെഷീൻ്റെ പേരിൽ ഞാനും പെൺപിള്ളയും തമ്മിലുണ്ടായ ഒരു വഴക്ക്. ആ വഴക്ക് തീർക്കാൻ ഈ മനുഷ്യൻ 12:30 മണി വരെ ഇരുന്ന്. വീട്ടിൽ നല്ല അടുപ്പുകല്ലില്ലാത്തവനാണ് വാഷിംഗ് മെഷീൻ്റെ വഴക്ക് തീർക്കാൻ വന്നത്. ഞാൻ പറഞ്ഞു, അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അവൻ്റെ ജനനത്തോട് വിശ്വാസത്താൽ ഐക്യപ്പെടാൻ പരിശുദ്ധാത്മാവ് കൃപ തന്നാൽ നമുക്ക് ദാരിദ്ര്യമോ അല്ലെങ്കിൽ പിറന്ന ഇടമോ ഒരു പ്രശ്നമാകില്ല. ഇതിൻ്റെ ഭരണത ഫലമോ ഹൈ റേഞ്ചിൽ ഏത് വീട്ടിലും പോകുമ്പോഴും എന്ത് തന്നാലും ഞാൻ കഴിക്കും. അപ്പോൾ ആൾക്കാർ ചോദിക്കും, അച്ചായ ഇത് കണ്ട ഈച്ച, എടാ ഞാൻ ഈ വീട്ടിൽ ജനിച്ച, ഈ അമ്മയുടെ വയറ്റിൽ ജനിച്ചാൽ ഞാൻ കഴിക്കേണ്ടേ ഇത്. ദൈവം എനിക്ക് ദാനമായിട്ട് തന്നാലേ എൻ്റെ പിറന്ന ഇടം. അതുകൊണ്ട് ഈ ഇടത്തെ നമ്മൾ അംഗീകരിക്കണം. ഞാൻ പറയുന്നത് അതെൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിച്ചൊരു കാര്യമാണ്. ഇതുപോലെ കർത്താവിൻ്റെ പരസ്യ ജീവിതം, അത് നമ്മൾ അവൻ്റെ മതമാനവികത ഒരു ഭയങ്കരമാണ് യേശുവിലൂടെ കടന്നു വന്ന. ഉദാഹരണം പറഞ്ഞാൽ, സമരിയായിലെ പെണ്ണ് നട്ടുച്ചയ്ക്ക് വെള്ളം കോരാൻ വന്നിരിക്കുക, മനുഷ്യരാരും വരാത്ത സമയത്ത്. കാരണം ജനനം കൊണ്ട് മുഖം നഷ്ടപ്പെട്ട പെണ്ണാണ് അവൾ. ജീവിതം കൊണ്ട് മുഖം നഷ്ടപ്പെട്ടു. കാരണം സമരിയ ദേശത്ത് ജനിക്കുന്നിടത്ത് യഹൂദന്മാരത് വഴി പോലും പോകത്തില്ല. മാത്രമല്ല 5 ഭർത്താക്കന്മാരുണ്ടായിരുന്ന ഇപ്പോഴുള്ളവനും ഭർത്താവല്ല. അവളാണ് വെള്ളം കോരാൻ വന്നിരിക്കുമ്പോൾ ഈശോയെ കാണുന്നത്. യേശു അവളോട് വെള്ളം ചോദിക്കുന്നു. അവൾ പറഞ്ഞു, നീ ഒരു ശുദ്ധ യഹൂദനായിരിക്കെ എന്നോട് വെള്ളം ചോദിക്കുകയോ? ഉടനെ തന്നെ കർത്താവ് പറഞ്ഞു, നിന്നോട് വെള്ളം ചോദിച്ചവൻ ആരെന്നറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് ജലം ചോദിക്കുകയും ആ ജലം നിങ്ങൾക്ക് ഒരിക്കലും ദാഹിക്കുകയില്ല. അപ്പോൾ അന്ന് പറഞ്ഞു, നിനക്ക് കയറില്ല പാളയില്ല, എന്നിട്ടാണ് നീ അങ്ങനെ വെള്ളം തരും. അന്ന് പിന്നെ അവളോട് പറഞ്ഞു, നീ നിൻ്റെ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ടുവരിക, ഈ വെള്ളം ഞാൻ നിനക്ക് തരാം. ആദ്യം അവളോട് തുടങ്ങിയപ്പോൾ യേശുവിനോട് നീ എന്നാണ് പറഞ്ഞത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവൾക്ക് മാറി യേശു ആരാണെന്ന് കുറച്ചുകൂടെ അവൾക്ക് മനസ്സിലായപ്പോൾ, പ്രഭോ, അങ്ങയുടെ കൈ കയറില്ല പാളയില്ലല്ലോ. കുറച്ച് കഴിയുമ്പോൾ, പ്രഭോ, ഈ ജലം തന്നാലും എന്ന് പറഞ്ഞപ്പോഴത് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനും നിൻ്റെ ഭർത്താവല്ല. ഉടനെ തന്നെ അവൾ പറയുകയാണ്, മിശിഹ വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉടനെ കർത്താവ് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് ആ മിശിഹ. അവൾ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് ഓടി. ഞാൻ പറയുന്നത്, മിശിഹ, യേശുവിൽ മിശിഹായെ കണ്ടെത്തിയവൻ, അഭിഷിക്തനെ കണ്ടെത്തിയവൾ, മുഖം നഷ്ടപ്പെട്ടവൾ ഇപ്പോൾ ആ മുഖം കാണിക്കാനായിട്ട് പട്ടണത്തിലേക്ക് ഓടി. മാത്രമല്ല, അവിടെയുള്ള അനേക പട്ടണവാസികളുമായി അവൾ തിരിച്ചു വരുന്നു. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലെ മനുഷ്യരോട് കാണിച്ച ആ സ്നേഹം, ആ പരിഗണന, ആ പ്രവർത്തന രീതി നമ്മൾ സ്വന്തമാക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഇനിയുമുണ്ട് യേശുവിൽ കടന്നു വരുന്ന ഇത്. കല്ലെറിയാൻ കൊണ്ടുവന്ന പാപിനിയായ സ്ത്രീ, അവർ തൊണ്ടി സഹിതം പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് വ്യഭിചാരത്തിൽ ജീവിച്ചിരുന്ന പെണ്ണിനെ. കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. പ്രായമായവർ തുടങ്ങി കല്ലവിടെ ഇട്ടിട്ട് മടങ്ങിപ്പോയി. മകളെ, നിന്നെ അവരാരും വിധിച്ചില്ലേ? ഞാനും വിധിക്കുന്നില്ല. അവൾ സമാധാനത്തോടെ പോയി. കർത്താവ് എല്ലാം മറക്കുന്ന ദൈവമാണ്. അവളുടെ അതുവരെയുള്ള പ്രവർത്തനങ്ങൾ മറന്ന് അവളെ സ്നേഹിക്കുന്ന കർത്താവ്. ദൈവസ്നേഹത്തിൻ്റെ ശരിയായ ഒരു പ്രകടനം നമ്മൾ കാണുന്നത് കുരിശിൽ കർത്താവ് കിടക്കുമ്പോഴാണ്. അപ്പുറയും ഇപ്പുറയും 2 കള്ളന്മാരെ ഇട്ടു. അവർ 2 പേരും കിടപ്പുണ്ട്. ഒരുത്തൻ പറഞ്ഞു, എടാ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നീ നിന്നെ തന്നെ രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ. വലതുവശത്ത് കിടന്നവൻ പറഞ്ഞു, എടാ നമ്മൾ അർഹിക്കുന്നതാണ്, എന്നാൽ ഇതോ നീതിമാനായ മനുഷ്യൻ. കർത്താവെ, ഇന്നങ്ങ് പർദീസായിലായിരിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. കർത്താവ് ഉടനെ പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടി പർദീസായിലായിരിക്കും. തങ്കച്ചനായിരുന്നു അവിടെ കിടന്നിരുന്നേ പറഞ്ഞാലും
എടാ നീയൊക്കെ കട്ട് മോഷ്ടിച്ചൊക്കെ നടന്ന പാർട്ടിയാണ്, അതുകൊണ്ട് ഒരു 60 ദിവസമെങ്കിലും ശുദ്ധീകര സ്ഥലത്തിൽ കിടക്കാൻ പറഞ്ഞാനോ. പക്ഷെ കർത്താവ് പറഞ്ഞില്ല. യേശുവിൻ്റെ മതമാനവികത എന്ന് പറയുന്നത്, മനുഷ്യനോടുള്ള ബന്ധമെന്ന് പറയുന്നത് എല്ലാം മറക്കുന്ന സ്നേഹം. ഇപ്പോഴാണ് ഓർത്തത് യെശയ്യാ പ്രവാചകൻ 54:9 പറഞ്ഞത്, ഞാൻ നിന്നോട് കോപിക്കുകയോ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്തില്ലെന്ന് ശപഥം ചെയ്തിരിക്കുന്നു. യേശു മനുഷ്യനായി പിറന്ന് മനുഷ്യനായി ജീവിച്ച് നമുക്ക് സാക്ഷ്യം നൽകുകയാണ്, ഞാനും വിധിക്കുന്നില്ല മകളെ, നീ സമാധാനത്തോടെ പോവുക. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടങ്ങളും ഇങ്ങനെ കാണാം ക്ഷമിക്കുന്ന ഒരു സ്നേഹം. റോമാലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിലെ 5 മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നാം ബലഹീനരായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ഒരുപക്ഷെ ഒരു നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരു നല്ല മനുഷ്യന് വേണ്ടി ഒരുപക്ഷെ ആരെങ്കിലും മരിച്ചെന്ന് വന്നേക്കാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അപ്പം നാം ആദത്തിൻ്റെ പാപം മൂലം പാപികളായിരിക്കണം. ആ പാപം കൈമാറി കിട്ടിയ പാപമാണ്, ഇപ്പോൾ ചെയ്ത പാപമല്ല, ഉത്ഭവപാപം. ആ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ദൈവം മനുഷ്യനായി അവതരിച്ചവനാണ് യേശു. അങ്ങനെ വന്ന് നമ്മെപ്പോലെ ഒരുവനായി നമ്മുടെ എല്ലാ ബലഹീനതകളിലും പങ്കുപറ്റി നമ്മളെ എല്ലാ രീതിയിലും അംഗീകരിച്ച് സ്നേഹിച്ച് ഇപ്പോഴിതാ നമ്മുടെ പാപത്തിൻ്റെ മുഴുവൻ ശിക്ഷയും സ്വന്തം ശരീരത്തിലേറ്റ് നമുക്ക് വേണ്ടി മരിക്കുന്ന യേശുവിൻ്റെ സ്നേഹം ഈ 3-ാം ദിവസം നമ്മൾ അറിയേണ്ടതാണ്. കർത്താവ് കുരിശിൽ മരിച്ചത് എന്നുകൊണ്ട് മാത്രമല്ല, ഞാൻ ആ സ്നേഹത്തിൻ്റെ ക്ലൈമാക്സ് കാണുന്നത് ഇങ്ങനെയാണ്. യേശു മരിച്ചു, ഇതാ അവിടുത്തെ സംസ്കരിച്ചു, അവിടുന്ന് 3-ാം ദിവസം ഉയർത്തെണീറ്റു. അതൊരു ശക്തമാണ്. കർത്താവ് ഉയർത്തെണീറ്റു എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉയർപ്പില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഞാനത് എന്ന് വിശ്വസിച്ചോ അന്ന് മുതൽ ഇന്ന് വരെ എനിക്കറിയാം എൻ്റെ ശരീരം ഉയർത്തെണീക്കണം. അവിടെ ഏതെല്ലാം ത്യാഗം ചെയ്താണെങ്കിൽ കേരളത്തിൽ അങ്ങോട്ടോ ഇങ്ങോളം ഓടുന്നു. ഞാൻ പലപ്പോഴും ഹൈറേഞ്ചിലെ 10, 20, 23 കിലോമീറ്റർ അങ്ങോട്ട്, അങ്ങനെ 46 കിലോമീറ്റർ നടന്നു പോയി ഒരു കുടുംബത്തിലിരുന്ന് യേശുവിനെക്കുറിച്ച് പറയാൻ ഞാൻ ഓടുമ്പോഴേ എന്നെ ഭരിച്ചിരുന്നൊരു കാര്യം, ഉത്ഥിതനായ ക്രിസ്തു എൻ്റെ ശരീരം ജീർണിക്കാൻ അനുവദിച്ചാൽ അവൻ എന്നെ സ്നേഹിച്ചു, എനിക്ക് വേണ്ടി ജീർണിച്ചു, എനിക്ക് വേണ്ടി അവൻ ഉയർത്തെണീറ്റു. അതുകൊണ്ട് എനിക്ക് അവനെ സ്നേഹിക്കണം, അവന് വേണ്ടി ജീർണിക്കണം. അതുകൊണ്ട് നടപ്പും പട്ടിണിയും കഷ്ടപ്പാടും പല പ്രാവശ്യങ്ങളും തലകറങ്ങി വീണിട്ടുണ്ട് ഹൈറേഞ്ചിലെ. കേരളത്തിൽ ഞാൻ കിടക്കാത്ത ബസ് സ്റ്റാൻഡുകളില്ല. അവിടെയൊക്കെ കിടന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കാൻ പോകുമ്പോൾ കിടക്കുന്നത്, അല്ലാണ്ട് വേറെ ഒന്നിനുമല്ല. അന്നൊക്കെ അവിടെ വരെ എത്തത്തുള്ളൂ. അതുകൊണ്ടാണ് ജോലിയും സമയത്ത് എത്താനുള്ള തിരക്കും കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിനെന്നെ പ്രേരിപ്പിച്ചത്, യേശു ഉയർത്തെണീറ്റുവെങ്കിൽ എനിക്കും ഉയർത്തെണീക്കണം, അതിന് എൻ്റെ ശരീരം ജീർണിക്കണം, അതിന് ഉപവസിക്കണം, ഇതുപോലെ ത്യാഗം ചെയ്യണം. അതെന്നെ ഒത്തിരി കർത്താവിനെ സ്പർശിച്ചൊരു കാര്യമാണ്. 2-ാമത്തെ കാര്യം, അവിടുന്ന് ഇതാ സ്വർഗാരോഹണം ചെയ്തു. അതോടുകൂടി ജീവദാതാവായ ആത്മാവായി മാറി ആ ആത്മാവിനെ നമ്മുടെ മേൽ വർഷിച്ചിരിക്കുന്നു. അതാണ് പെന്തക്കൊസ്ത. ആ പെന്തക്കൊസ്ത അനുഭവത്തിൽ നമുക്ക് ആത്മാവിനാൽ നിറയാനായിട്ട് ഒരുങ്ങാം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കണമെങ്കിൽ ആദ്യം യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിക്കണം. അവന് വേണ്ടി നമ്മൾ സമർപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് റോമർ 8:1 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും. ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. അവനിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു. അതായത് ശരീരത്താൽ ദുർബലമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ പുത്രനെ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഇത് ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന നമ്മളിൽ നിയമത്തിൻ്റെ അനുശാസനം പൂർണ്ണമാകാൻ വേണ്ടിയാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല. ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവൻ ജഡികനല്ല, ആത്മീയനാണ്. അപ്പം അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആത്മാവ് ലഭിക്കണമെങ്കിൽ ഇതിൽ നമ്മൾ വിശ്വസിക്കണം. പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അവിടുത്തെ പുത്രനെ അയച്ചത് എന്നെ പാപത്തിൽ നിന്ന് വിമുക്തനാക്കി ദൈവ പൈതലാക്കി മാറ്റുവാനാണ്. ആ ദൈവ പൈതലിൻ്റെ സ്ഥാനം സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഇതിനുള്ള കൃപ കർത്താവ് നമുക്ക് സമൃദ്ധമായി നൽകട്ടെ. പ്രിയമുള്ളവരെ, ഇപ്രകാരം കർത്താവ് നമ്മൾക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ അത് നമ്മൾ വിശ്വസിക്കുക മാത്രമല്ല, അവൻ ജീവിച്ചതുപോലെ തന്നെ അവരനെ സ്നേഹിച്ച് അവരനെ സേവിച്ച് അവരന് വേണ്ടി ജീർണിക്കുക. ഇത് ഒരു ക്രിസ്ത്യാനിയുടെ മുഖമുദ്രയാണ്. ഒരു അപ്പൻ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചാൽ കുടുംബത്തിന് വേണ്ടി അവൻ ജീർണിക്കുന്നത് യേശുനാമത്തിലായിരിക്കണം. യേശുവിനെ മുന്നിൽ കണ്ടുവേണം. ഒരമ്മ
വീട്ടിൽ അധ്വാനിക്കുമ്പോൾ അമ്മ ഓർക്കണം, കുടുംബത്തെ പുലർത്താൻ വേണ്ടി ചെയ്യുമ്പോൾ ഇതും യേശു ചെയ്ത പോലെ വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കുന്നു. അവരെന്നെ സ്നേഹിച്ച് അവന് വേണ്ടി ജീർണിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ ഈ ഒരു പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ബോധ്യപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തികളാണ്. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം മുഴുവൻ ശരീരത്തിൻ്റെ ഉയർപ്പിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഓരോ മനുഷ്യനും യേശു ഉയർത്തെണീറ്റെങ്കിൽ ഞാനും ഉയർത്തെണീക്കും. ഇത് കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 29 മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്, കല്ലറകളിലുള്ളവരെല്ലാം ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരും, അല്ല വന്നു കഴിഞ്ഞു. അന്ന് നന്മ ചെയ്തവർ നീതിയുടെ കിരീടത്തിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ കിരീടത്തിനായും ഉയർത്തെണീക്കും. അപ്പം നമുക്ക് ഒന്നെങ്കിൽ നന്മ ചെയ്തവർക്ക് നീതിയുടെ കിരീടം, അല്ലാത്തവർക്ക് ശിക്ഷാവിധിയുടെ. അപ്പോൾ ആ ഒരു വിധിയുണ്ട് രണ്ടാമത്തെ കർത്താവിൻ്റെ വരവിൽ. കർത്താവ് ഉയർത്തെണീറ്റ് എന്ന് വിശ്വസിക്കുന്നവർ സ്വന്തം ശരീരം ഒരു കാലത്ത് ഉയർത്തെണീക്കുമെന്ന് ഓർക്കുക. എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ വല്യമ്മച്ചിയൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നൊരു കഥയുണ്ട്. മറ്റൊന്നുമല്ല, മകനെ മറ്റു പിള്ളേരോട് നീ അടിക്കരുത്, അവനെ ഉപദ്രവിക്കരുത്, കാരണം ആ കൈ ശുദ്ധീകരണ സ്ഥലത്തിൽ പോവും. നീ നാവ് കൊണ്ട് നുണ പറയരുത്, ശുദ്ധീകരണ സ്ഥലത്തിൽ. വല്യമ്മച്ചിക്ക് ബൈബിളും അറിയത്തില്ല, തിയോളജി ഒന്നും അറിയത്തില്ലെങ്കിലും ചെറുപ്പത്തിൽ തന്നെ ഒരു ഭയം ജനിപ്പിച്ച് തന്നു. യേശുവിനെ പോലെ തന്നെ നമ്മുടെ ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കാതെ നാക്കുകൊണ്ട് പറയുന്ന പാപം, കൈകൊണ്ട് ചെയ്യുന്ന പാപം, ചിന്തയിൽ ചെയ്യുന്ന പാപം, ഇതെല്ലാം ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കാൻ ഇടയാക്കുമെന്ന് പറഞ്ഞു തന്നു. ഞാൻ നിങ്ങളോട് പറയുന്നത്, ക്രിസ്ത്യാനിക്ക് ഉയർപ്പുണ്ട്. നീതിയുടെ ഉയർപ്പ് വേണമോ ശിക്ഷാവിധിയുടെ ഉയർപ്പ് വേണമോ? ഈ പെന്തക്കോസ്തക്കെങ്കിലും ശിക്ഷാവിധിയുടെ ഉയർപ്പിന് കാരണമാകാതെ നീതിയുടെ ഉയർപ്പിന് കാരണമാകുവാൻ തക്ക വിധം നമുക്ക് നമ്മളെ തന്നെ കർത്താവിന് സമർപ്പിക്കാം. അപ്പോൾ ഉത്ഥാനം ചെയ്ത കർത്താവിൻ്റെ ജീവിതശൈലി എന്താണ്? ഉത്ഥാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം, പ്രിയമുള്ളവരെ, പൗലോസ് അവിടെ പറയുന്നത്, നിങ്ങൾ ഗോതമ്പിൻ്റെ മണി കുഴിച്ചിട്ടാൽ അത് കിളുത്ത് വരുന്നത് ഗോതമ്പ് ചെടിയായിട്ടാണ്. ഇതുപോലെയാണ് മനുഷ്യ ശരീരം മണ്ണിൽ അലിഞ്ഞു പോയാൽ യേശുവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ ഉത്ഥാനം ചെയ്ത ശരീരമായി മാറും. ആ ശരീരത്തിൻ്റെ തേജസ് ഒന്ന് വേറെയാണ്. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ തേജസ് പോലെ അല്ല അന്നത്തത്. അപ്പോൾ യേശുവിൻ്റെ ഉത്ഥാനത്തിൽ വിശ്വസിക്കുന്നവർ തൻ്റെ ശരീരം ഉയർത്തെണീക്കാൻ വേണ്ടിയുള്ളതാണെന്ന് ബോധ്യപ്പെട്ട് ജീവിക്കണം. അതിനെ ബേസ് ചെയ്താണ് 1 കൊരിന്ത്യർ 12:1 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസിനെ പറഞ്ഞിട്ടില്ലേ, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് സ്വീകാര്യവുമായ പ്രീതികരവുമായ ബലിവസ്തുവായി സമർപ്പിക്കുവിൻ. അതായിരിക്കട്ടെ നിങ്ങളുടെ ബോധപൂർവകമായ ആരാധന. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. നല്ലതും ദൈവത്തിന് പ്രീതികരവുമായത് എന്തെന്ന് വിവേചിച്ചറിയുവാൻ അപ്പോൾ നിങ്ങൾക്ക് കഴിവ് ലഭിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കർത്താവിന് നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ, ഇപ്രകാരം നമ്മുടെ ശരീരം മുഴുവനായി സമർപ്പിച്ചാൽ, ഞാൻ ഓർക്കുന്നു ശരീരം സമർപ്പിക്കാൻ എന്നെ കർത്താവ് പഠിപ്പിച്ചത് ഹൈറേഞ്ചിലെ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ്. ഡിപ്ലോമക്കാരനായി എന്നെ ഞാനിത് ശമ്പളം കൂടി ചോദിച്ചപ്പോൾ എനിക്കൊരു പ്രൊമോഷൻ തന്നാണ് തീപ്പെട്ടി കമ്പനി കൊള്ളി നിരത്താൻ വിട്ടത്. അതും കഴിഞ്ഞ് എല്ലാം പഠിച്ചിട്ട് ഇവിടെ വന്ന് തീപ്പെട്ടി കമ്പനിയിലേക്ക് പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ ശരീരത്തെ വിശുദ്ധവും അങ്ങേക്ക് പ്രിയങ്കരവുമായ ബലിവസ്തുവായി സമർപ്പിക്കുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ ഇവിടെ തീപ്പെട്ടി കമ്പനിയിലെ എല്ലാ ജോലികളും ചെയ്യാൻ തയ്യാറാണ്. മാനേജ്മെൻ്റ് എന്നോട് പറഞ്ഞു, താൻ ഡിപ്ലോമക്കാരനാണ്, താൻ അത് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു, ഇല്ല, എന്നെ ട്രെയിനിങ്ങിന് വിട്ടെങ്കിൽ ഞാൻ പൂർത്തീകരിച്ച് വന്നു. അന്ന് മുതൽ തീപ്പെട്ടി കമ്പനി മരുന്ന് മുക്കാൻ തുടങ്ങി. ഞാൻ ഓർക്കുകയാണ്, മറ്റ് തൊഴിലാളികളോടൊപ്പം അവിടെ നിന്ന് മരുന്ന് മുക്കുമ്പോഴേ എനിക്കേറെ സന്തോഷമാണ്. എൻ്റെ കാരണം എൻ്റെ കർത്താവ് എനിക്ക് തന്നൊരു ഗോൾഡൻ ചാൻസാണ് ഈ തീപ്പെട്ടിക്കന് മരുന്ന് മുക്കുക എന്ന് പറഞ്ഞാൽ. 6.5 കിലോ ഭാരമുള്ള ഫ്രെയിം എടുത്ത് മെഴുക് മുക്കുമ്പോൾ ആ മെഴുക് കത്തിച്ചിട്ട് പിന്നെ ഹോട്ട് പ്ലേറ്റ് വെച്ച് കൊടുക്കുമ്പോഴേ ആ ജ്വാല എൻ്റെ ശരീരത്തിലെ രോമങ്ങൾ പോലും കരിക്കാറുണ്ട്. എങ്കിലും ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഞാൻ ജീസസ് ടുക്ക് മൈ ബർഡൻസ് ആൻഡ് റോൾ ദം ഇൻ ദ സീ എന്ന് പറഞ്ഞ് പാട്ട് പാടി കൊടുക്കുമ്പോൾ ആ കൂടെ നിൽക്കുന്ന പിള്ളേർ ചോദിക്കും, ഇതെന്ത് സാറിന് ഇത്ര സന്തോഷം? മക്കളെ, സുവിശേഷം സന്തോഷത്തിൻ്റെ വലിയ സദ്വാർത്തയാണ്. നമ്മുടെ ശരീരങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചാൽ ഇതുകൊണ്ട് എന്ത് ജോലി ചെയ്താലും നമുക്കൊരു മടുപ്പും ഉണ്ടായാലും അവരും പണിയാൻ തുടങ്ങി. അങ്ങനെ കാലക്രമേണ സംഭവിച്ചെന്താണെന്നറിയാവോ? ഈ കുട്ടികൾ കുറേശ്ശെ വചനം ശ്രവിക്കുകയും യേശുവിനെ സ്വീകരിക്കുകയും ചെയ്തു. ആ കമ്പനിയിൽ നിന്നും 16 പേര് കന്യാസ്ത്രീകളാകാനിടയായി. അതിൻ്റെ കാരണം വേറൊന്നും കൊണ്ടല്ല, അവരുടെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിച്ചാൽ ദൈവം അതിനെ ആശീർവദിച്ച് ഉയർത്തി. അതിൻ്റെ ഫലമാണ് ഈ കാണുന്നത്. വെറും തീപ്പെട്ടി കമ്പനിയിലെ തൊഴിലാളികളായിരുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് പലരും, ചിലരെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേറ്ററുണ്ട്, വേറെ 4 പേര് +2 പ്രിൻസിപ്പാൾമാരുണ്ട്. അതിനേക്കാൾ ഉപരി ഒരാൾ റോമിൽ പാതുവായി ചെന്നപ്പോൾ അവിടെ അന്തോണിനെ കുറിച്ച് വിശദീകരണം പറഞ്ഞു കൊടുക്കുന്നത് തീപ്പെട്ടി കമ്പനിയിലെ കൊച്ചാണ്. ഡൽഹിയിൽ ഒരിക്കൽ അവിടുത്തെ ആർച്ച് ബിഷപ്പിൻ്റെ മരണത്തോടനുബന്ധിച്ച് ഫ്യൂണറലിന് അവിടെ ചെന്നപ്പോഴേ അവിടെ VIPസിനെ വിളിച്ച് നിൽക്കുന്ന ഒരു സിസ്റ്ററെ കണ്ടു, എല്ലാവരും ഇരുത്തുന്ന. ആ സിസ്റ്റർ ഓടി വന്നിട്ട്, സാർ, ഞാൻ കമ്പനിയിലെ സിനിയാണ്, അതും ഒരു കന്യാസ്ത്രീയായി.
അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ബലിവസ്തുവെ സമർപ്പിച്ചാൽ നമുക്ക് ചുറ്റുമുള്ളവരൊക്കെയും ഈശോയിലേക്ക് തിരിയും. ഒരപ്പൻ ഇപ്രകാരം ജീവിച്ചാൽ തീർച്ചയായിട്ടും മക്കൾ ദൈവവിളിയുള്ളവരായി മാറും. അമ്മ അപ്രകാരം ജീവിച്ചാൽ മക്കൾ ദൈവവിളിയുള്ളവരായി മാറും. മാത്രമല്ല, മാതാവും പിതാവും ഇതുപോലെ സമർപ്പിച്ച് നയിച്ചാൽ മക്കളിൽ നിന്ന് തന്നെ നല്ല അമ്മയും നല്ല അപ്പനും ഉണ്ടാകും. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. രണ്ട് ആത്മീയമായിട്ട് നമ്മൾ കാണേണ്ടത്, കർത്താവിൻ്റെ ഉത്ഥാനം നമ്മുടെ ശക്തിയാണ്. നമ്മളെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് ഉയർത്തെണീറ്റ് നമുക്കും കർത്താവിൻ്റെ പക്കലേക്ക് എത്താം. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസവും നമ്മളെ തളർത്തുകയില്ല. കർത്താവിനോട് കൂടി ജീവിക്കാൻ, കർത്താവിനോട് ഐക്യപ്പെട്ടാൽ നമുക്ക് ഒരിക്കലും തളർച്ച തോന്നുകയില്ല. അതിനുള്ളൊരു കൃപ കർത്താവ് നൽകട്ടെ. ഈ 3-ാം ദിവസത്തിൽ നമുക്ക് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന പ്രത്യേകം ഓർക്കുക. കർത്താവായ യേശുവിനെ നമുക്ക് വിളിച്ചപേക്ഷിക്കുക. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക. യേശു കർത്താവാണെന്ന് പറഞ്ഞാൽ അർത്ഥം ഉടയവനെന്നാണ്. കർത്താവായ യേശുവെ, ദൈവത്തിൻ്റെ പുത്ര. ദൈവത്തിൻ്റെ പുത്ര എന്ന് പറഞ്ഞാൽ ഉദ്ധിതനായി, ദൈവപുത്രനായി, ഉന്നതനായ കർത്താവ്, നമ്മുടെ എല്ലാ പ്രശ്നത്തിലും ഇടപെടാൻ പറ്റുന്ന ആൾ. അതുകൊണ്ട് ഈ സുഹൃദേവ ഇങ്ങനെ ആയിരിക്കണം: കർത്താവായ യേശുവെ, എല്ലാവരും ചൊല്ലുക, ദൈവത്തിൻ്റെ പുത്ര എന്നിൽ കനിയണമേ. കർത്താവായ യേശുവെ, ദൈവത്തിൻ്റെ പുത്ര എന്നിൽ കനിയണമേ. കർത്താവായ യേശുവെ, ദൈവത്തിൻ്റെ പുത്ര എന്നിൽ കനിയണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, 3-ാം ദിവസം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധനയ്ക്കായി അണയുമ്പോഴേ നമ്മളെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കാം. വ്യക്തിപരമായി യേശുനാഥനെ കണ്ടുമുട്ടുന്നതും ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നതും ക്രിസ്തുവിനെ ഇരിക്കുന്നവരുമായ നമ്മൾ ക്ലാസ്സുകളിലൂടെ കേട്ടു. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നാം അവനെ ധരിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നാം അവൻ്റെ മരണത്തോട് ഐക്യപ്പെടുവാൻ വേണ്ടിയാണ് സ്നാനം സ്വീകരിച്ചത്. ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഏതാണ്ട് 100-ൽ പരം പ്രാവശ്യം യേശുവിനോട് ഐക്യപ്പെടുക എന്ന വാക്ക് പുതിയ നിയമത്തിലുണ്ട്. ആ ഐക്യമാണ് ക്രിസ്ത്യാനിയുടെ വിജയം. കർത്താവ് മുന്തിരിവള്ളിയുടെ പറഞ്ഞില്ലേ, ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കും. അപ്പോൾ യേശുവിനോട് ഐക്യപ്പെടുക, യേശുവിൽ വസിക്കുക, യേശു ഉള്ളിലുണ്ടാകുക, ഇത് ക്രിസ്ത്യാനിയുടെ പ്രത്യേകതയാണ്. ഈ ആരാധനയിൽ നമുക്ക് ഈശോയെ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കാൻ
ആശ്വാസപ്രദനേ ആരാധന. സമാധാനപ്രഭുവേ ആരാധന. ആശ്വാസപ്രദനേ ആരാധന. എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമവൻ, എൻ്റെ മോചനദ്രവ്യം അവനാരാധന. എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമവൻ, എൻ്റെ മോചനദ്രവ്യം അവനാരാധന. ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ. കർത്താവായ ഈശോയെ എന്നേക്കും ഞങ്ങളോടുകൂടി ആയിരിക്കുവാനായി ദിവ്യകാരുണ്യം അങ്ങ് സ്ഥാപിച്ചുവല്ലോ. ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവെ അങ്ങയുടെ വാഗ്ദാനം ഞങ്ങൾ ഓർക്കുകയാണ്. ലോകാവസാനം വരെ എന്നും നിങ്ങളോടുകൂടി ആയിരിക്കുവാൻ വേണ്ടി ആണ് കർത്താവ് ദിവ്യകാരുണ്യം സ്ഥാപിച്ചത്. ആ എന്നും ഞങ്ങളോടുകൂടി ആയിരിക്കുവാൻ വേണ്ടിയുള്ള അങ്ങയുടെ ഈ തീരുമാനത്തെ ഞങ്ങളിപ്പോൾ അംഗീകരിക്കുന്നു. കർത്താവെ, അങ്ങ് മനുഷ്യനായി അവതരിച്ചതിനേക്കാൾ വലിയൊരു അത്ഭുതവും സ്നേഹവുമാണല്ലോ വെറും ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിലായി തീർന്നുകൊണ്ട് ഗോതമ്പപ്പം മിശിഹായായി മാറിക്കൊണ്ട് ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മധ്യേ നിൽക്കുന്നത്. കർത്താവ്, ഇത്രയും ദൈവം സമീപസ്ഥരായ ജനം മറ്റാരുണ്ട്? ദൈവത്തെ ഭക്ഷിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാരുണ്ട്? കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് ഇത്രമാത്രം സമീപസ്ഥനാണല്ലോ. അങ്ങയുടെ ദിവ്യകാരുണ്യത്തിൽ അങ്ങ് കാണിക്കുന്ന സ്നേഹം എന്നും ഞങ്ങളോടുകൂടി ആയിരിക്കുക മാത്രമല്ല, അങ്ങ് ഞങ്ങളിലും ഞങ്ങൾ അങ്ങിലുമായി തീരുന്ന കൂദാശയാണല്ലോ പരിശുദ്ധ കുർബാന. ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഉദരത്തിൽ ചെന്ന് ദഹിച്ച് ശരീരത്തിൽ ആകമാനം വ്യാപരിക്കുന്നത് പോലെ തന്നെ ദിവ്യകാരുണ്യ അപ്പത്തിൽ അങ്ങ് ഞങ്ങളുടെ ഉദരത്തിൽ വന്ന് ദഹിച്ച് ഞങ്ങളുടെ ഓരോ കോശങ്ങളിലും എത്തുന്നുവല്ലോ. കർത്താവെ, ഞങ്ങളുടെ ശരീരത്തിൽ മുഴുവൻ അങ്ങ് ഞങ്ങളിലും ഞങ്ങൾ അങ്ങിലുമാകത്തക്ക രീതിയിൽ ദിവ്യകാരുണ്യ വലിയ സ്നേഹം പ്രകടിപ്പിച്ചതിനെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഈശോയെ നന്ദി. ഈശോയെ കാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ജീവൻ സമൃദ്ധമായുണ്ടാകുവാൻ നീ എന്നും മുറിക്കപ്പെടുന്നു. ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാൻ നീ എന്നും മുറിക്കപ്പെടുന്നു. സ്വയമേ ശൂന്യമാകുന്നു. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. കർത്താവേ, ഓരോ ദിവ്യകാരുണ്യത്തിലും ഈശോയെ അനുഭവിക്കണമെങ്കിൽ ഞങ്ങളിലൊരു ആത്മനിറവിൻ്റെ അനുഭവം, ആത്മജ്ഞാനത്തിൻ്റെ അനുഭവം അതുണ്ടായിക്കഴിഞ്ഞ് ജ്ഞാനം ലഭിക്കാതെ പറ്റില്ലല്ലോ കർത്താവേ. അതുകൊണ്ട് ജ്ഞാനം ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അങ്ങയുടെ വലിയ സ്നേഹം ഈ ദിവ്യകാരുണ്യത്തിലുണ്ടല്ലോ. അത് ഞങ്ങളിതാ ഇപ്പോൾ ഞങ്ങൾക്കത് അനുഭവിക്കാനുള്ള ആഗ്രഹത്തോടെ ഞങ്ങൾ ദിവ്യകാരുണ്യത്തെ ആരാധിക്കുന്നു.
ദിവ്യകാരുണ്യത്തെ മഹത്വപ്പെടുത്തുന്നു, ദിവ്യകാരുണ്യത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ ദിവ്യകാരുണ്യമേ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുടെ ഈശോ ഇതാ നമ്മൾ ഓരോരുത്തരെയും ഉറ്റുനോക്കുന്നുണ്ട്. യേശുക്രിസ്തുവിലുള്ള ഐക്യമാണ് അവരോട് എന്തുമാത്രം യോജിച്ചിരിക്കുന്നു. അതാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഔന്നത്യം. ക്രൈസ്തവ ദൈവസ്നേഹത്തിൻ്റെ ഉയരവും ആഴവും നീളവും വീതിയുമെല്ലാം ദിവ്യകാരുണ്യം ഈശോയിലൂടെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. നാം ക്ലാസ്സിൽ കാണുകയായിരുന്നു, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ വേണ്ടി മാമോദിസ സ്വീകരിച്ച നാം അവനെ ധരിച്ചിരിക്കുന്നു. കർത്താവ് നമ്മളെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നവനാണ്. റോമൻ റീത്തിലെ ഓരോ ശവസംസ്കാരത്തിലും അച്ഛൻ വെള്ളത്തുണിയെടുത്ത് പിടിച്ചുകൊണ്ട് പറയും, മാമോദിസായിലൂടെ യേശുക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ സഹോദര, നിന്റെ ജീവിതകാലത്ത് ഈ വസ്ത്രത്തിൽ കറപുരളാതെ സൂക്ഷിച്ചു എന്നതിൻ്റെ അടയാളമായി ഞാൻ ഈ വെള്ളവസ്ത്രം നിന്നെ ധരിപ്പിക്കുന്നു. മാമോദിസായിൽ കിട്ടിയ യേശുവാകുന്ന വെള്ളവസ്ത്രം അവസാനം വരെ നമ്മൾ കറപുരളാതെ സൂക്ഷിക്കേണ്ടതാണ്. യേശുവിനെ ധരിച്ചുകൊണ്ട് നമ്മൾ എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം യേശുവുണ്ട്. അവിടെയൊക്കെ യേശുവിന് കറപുരളാത്ത രീതിയിലുള്ള ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ഒക്കെ നമുക്കുണ്ടായിട്ടുണ്ടോ? അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? നമുക്കൊന്ന് ഓർക്കാം. ഈ പ്രാവശ്യത്തെ പെന്തക്കോസ്തായ്ക്ക് പരിശുദ്ധാത്മാ നിറവിലൂടെ ഈ രഹസ്യങ്ങളുടെ വെളിപാട് കിട്ടുവാനായിട്ട് നമുക്ക് ഇടയാകണം. അതിനാഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കരങ്ങളുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഗ്ലോറിഫൈ കർത്താവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. യേശു കർത്താവാണെന്നും യേശു പാലകനാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. 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 യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. യേശുവിനെ കർത്താവും നാഥനുമായി നമുക്ക് ഏറ്റുപറയുക. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിലെയും നമ്മുടെ സമൂഹത്തിലെയും ഓരോ പ്രശ്നങ്ങളുടെ പിന്നിൽ യേശുവിൻ്റെ കർത്തൃത്വം ഏറ്റുപറയാത്തത് കൊണ്ട് തന്നെ എന്തുമാത്രം അനുഗ്രഹമാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. നമുക്കിപ്പോൾ യേശുവിനെ കർത്താവായി ഏറ്റുപറയാം. യേശു കർത്താവ് എന്ന വാക്കിൻ്റെ മലയാളം ഡിക്ഷണറിയിലുള്ള മീനിങ് ഉടയവനെന്നാണ്. കർത്താവ് നമ്മുടെ ഉടയവനാണ്. ഉടയവനായതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കാൻ അവിടത്തേക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്നവനാണ് അവിടുന്ന്. യേശു ദൈവപുത്രനാണെന്ന് ഏറ്റു പറയുമ്പോൾ ദൈവത്തിൻ്റെ സകല പ്രതാപവും ശക്തിയും അവനിലുണ്ട്. ഉത്ഥാനം ചെയ്ത കർത്താവിൻ്റെ മഹത്വമാണ് ദൈവപുത്രനെ നമ്മൾ കാണുന്നത്. അത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം. യേശു കർത്താവാണെന്നും യേശു ദൈവപുത്രനാണെന്നും ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ഞങ്ങൾ അനുഭവിക്കുന്ന ഏതെങ്കിലും സുവിശേഷത്തിൻ്റെ ആനന്ദം അനുഭവിക്കാൻ പറ്റാത്തവർ, സമാധാനം അനുഭവിക്കാൻ പറ്റാത്തവർ, സ്നേഹിക്കുവാൻ സാധിക്കാത്തവർ, അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിലേക്ക് യേശുവിനെ കർത്താവായി സ്വീകരിക്കുവാനുള്ള ഒരു ആഗ്രഹം ഇപ്പോൾ ജനിപ്പിക്കണമേ കർത്താവേ.
നമുക്ക് എന്ത് അവസ്ഥയാണെങ്കിലും ഇപ്പോൾ അത് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, പ്രൈസ് യു ജീസസ്. കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ കർത്താവാണ്, അവിടുന്ന് സത്യമായും ദൈവപുത്രനാണ്. ഞങ്ങളെ ഏറ്റുപറഞ്ഞ് സ്തുതിക്കുന്നു. കർത്താവേ, കർത്താവാണെന്നും ദൈവപുത്രനാണെന്നും ഏറ്റുപറഞ്ഞ് ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. യേശുവിനെ കർത്താവായി നമുക്ക് ഏറ്റുപറയാം എല്ലായിടത്തും. കർത്താവ്, ചിലർക്ക് ജോലി സ്ഥലത്ത് അസ്വസ്ഥതകളുണ്ടവരുണ്ട്, ബന്ധങ്ങൾ നിലനിർത്താൻ പറ്റാത്തവരുണ്ട്, വിഷമിക്കുന്നവരുണ്ട്, കുടുംബ ബന്ധങ്ങൾ തന്നെ തകർന്നവരുണ്ട്, ജോലി കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്, ചിലർ രോഗപീഠകൾ മൂലം നിരന്തരമായി വിഷമിക്കുന്നവരുണ്ട്. കർത്താവെ, അങ്ങേ കർത്താവായി ഏറ്റുപറയുമ്പോൾ അവിടെ എല്ലാം സൗഖ്യവും അവിടെ എല്ലാം പ്രതിവിധിയും ഉണ്ടാകുമല്ലോ. എന്തെന്നാൽ യേശു ഞങ്ങളുടെ ഉടയവനാണ്. കർത്താവെ, അങ്ങനെ അങ്ങയെ ഉടയവനായി സ്വീകരിച്ചുകൊണ്ട് പൂർണ്ണ സ്വാതന്ത്ര്യം നേടുവാൻ ഞങ്ങളുടെ ഇടയിലുള്ള എല്ലാ രോഗികളെയും സൗഖ്യപ്പെടുത്തണമേ. ഞങ്ങളുടെ ഇടയിലുള്ള എല്ലാ കുടുംബ പ്രശ്നങ്ങളുള്ളവരെയും അസ്വസ്ഥത മാറ്റണമേ. അതുവഴി 8-ാം ദിവസം ഞങ്ങൾ ഈ ധ്യാനം തീരുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ദൈവത്തെ വഹിക്കുന്നവരായി മാറാനിടയാകട്ടെ. അതിനുമായി ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളിതാ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ദൈവമേ സ്തോത്രം, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ദൈവമേ സ്തോത്രം, 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 സ്തോത്രം. ആകാശത്തിന് കീഴിൽ യേശു അല്ലാതെ മറ്റൊരു നാമം നമുക്കില്ലെന്ന് ഏറ്റുപാടി കർത്താവിനെ സ്തുതിക്കാം. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൊഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൊഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൊഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ. പറുദീസായിൽ ദൈവം തന്നൊരു രക്ഷാവാഗ്ദാനം യേശുനാഥനല്ലയോ. പറുദീസായിൽ ദൈവം തന്നൊരു രക്ഷാവാഗ്ദാനം യേശുനാഥനല്ലയോ.
പ്രവാചകന്മാർ മുന്നേ ചൊന്നൊരു രക്ഷാ സന്ദേശം യേശുനാഥനല്ലയോ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിലല്ലാതെ, ഏകരക്ഷകനവനല്ലോ. യേശുവിലുള്ളൊരു വിശ്വാസത്താൽ രക്ഷ വരിച്ചിടാം, നിത്യരക്ഷ വരിച്ചിടാം. മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിലല്ലാതെ, ഏകരക്ഷകനവനല്ലോ. യേശുവിലുള്ളൊരു വിശ്വാസത്താൽ രക്ഷ വരിച്ചിടാം, നിത്യരക്ഷ വരിച്ചിടാം. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. കർത്താവെ, എൻ്റെ ഓരോ ദിവസവും ഞങ്ങൾ ആരംഭിക്കുന്ന ജീവിതത്തിൽ ഞങ്ങളുടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഈശോയ്ക്ക് സമർപ്പിച്ച് കർത്താവിൻ്റെ കർത്തൃത്വത്തിന് കീഴിൽ, അതായത് കർത്താവ് ഉടയവനാണെന്ന് കരുതിക്കൊണ്ട് കുടുംബത്തിലെ അപ്പനെന്ന നിലയിലും അമ്മ എന്ന നിലയിലും മക്കളെന്ന നിലയിലും വിദ്യാർത്ഥി എന്ന നിലയിലും തൊഴിലാളി എന്ന നിലയിലും ജോലിസ്ഥലത്തുള്ളവർ എന്ന നിലയിലും അവിടെയൊക്കെ ഞാൻ യേശു കർത്താവാണെന്ന് എൻ്റെ പെരുമാറ്റം കൊണ്ടും എൻ്റെ വാക്കുകൊണ്ടും ഞാൻ തെളിയിച്ചിട്ടുണ്ടോ? ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചവനറിയാം സ്വർഗമാണെന്ന്. ഒരു സ്വർഗത്തിൻ്റെ പുത്രനാണ് ഞാൻ, ദൈവരാജ്യത്തിൻ്റെ മകനാണ്, മകളാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ എൻ്റെ റിയാക്ഷൻസും എൻ്റെ പെരുമാറ്റ രീതികളും മാറിയിട്ടുണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. കുടുംബത്തിൽ തന്നെ അപ്പൻ്റെ മുഖത്ത് നിന്നും യേശുവിൻ്റെ ഉടയവനായ അപ്പൻ അവനെ സ്വീകരിക്കുന്നവർക്ക്, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ കഴിവ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് യേശുവിനെ കർത്താവായി ഏറ്റുപറഞ്ഞ അപ്പൻ മക്കൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത് ദൈവമകൻ്റെ സാക്ഷ്യമാണ്. അമ്മ കാണിച്ചു കൊടുക്കേണ്ടത് ദൈവമകളുടെ സാക്ഷ്യമാണ്. മക്കൾ കാണിച്ചു കൊടുക്കേണ്ടത് ദൈവമകൻ്റെ സാക്ഷ്യമാണ്. ഓഫീസർ കാണിച്ചു കൊടുക്കേണ്ടത് അതാണ്. തൊഴിലാളി കാണിച്ചു കൊടുക്കേണ്ടത് അതാണ്. എല്ലാ വ്യാപാരങ്ങളിലും യേശു കർത്താവായി മാറുമ്പോഴാണ് ദൈവരാജ്യം ഇവിടെ വരുന്നത്, ദൈവത്തിൻ്റെ ഭരണം വരുന്നത്. കർത്താവ് ഭരിക്കുമ്പോൾ ദൈവം ഭരിക്കുന്ന ഇടമായി. അതുകൊണ്ട് നമ്മുടെ എല്ലാ വ്യാപാരങ്ങളിലും കർത്താവ് ഭരണം നടത്തുവാനായിട്ട് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. അനുദിനമുള്ള ജീവിതത്തിലെ ഓരോ ആവശ്യങ്ങളുടെ നടുവിലും കർത്താവിൻ്റെ ഭരണം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുക. പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രമായി ധരിച്ചിരിക്കുന്ന വ്യക്തി ഒരു ബിവറേജിൻ്റെ ക്യൂവിൽ പോയി നിൽക്കുമ്പോൾ കർത്താവിനെയാണ് കൊണ്ടുപോയി നിർത്തുന്നത്. ഈ യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രമായി ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തി, മാമോദീസ സ്വീകരിച്ചൊരു വ്യക്തി മറ്റുള്ളവരോട് അനാവശ്യം പറയുമ്പോൾ യേശു ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ടാണ് അത് പറയുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ പാപ സാഹചര്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് അവയിൽ വീണുപോയിട്ടുള്ളവർ യേശുവിനെ ധരിച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. കർത്താവെ, ഞാൻ എന്നെ നിനക്കായി സമർപ്പിക്കുന്നു. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി,
യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തെ നമുക്ക് ആരാധിക്കാം. ഈശോയുടെ സാന്നിധ്യം ഹൃദയത്തിൽ ഉറപ്പുവരുത്തിക്കൊണ്ട് നമുക്ക് പറയാം, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുവേ, ദൈവത്തിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് ഈ ഒരു ദിവസം മുഴുവൻ അടുത്ത ആരാധന വരെയുള്ള സമയത്ത് സുഹൃദയവുമായി നമുക്ക് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കാം, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാം. ആശീർവാദത്തിനായി നമുക്ക് ശിരസ് നമിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യന് മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന ആരാധന നാഥ ആരാധന. ആരാധന ആരാധന നാഥ ആരാധന. ആരാധന ആരാധന നാഥ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. നാളെ നമ്മൾ ഈ സമയത്ത് ആരാധനയിൽ പങ്കെടുക്കുന്നത് വരെ നമുക്ക് ഏറ്റുപറയാം, കർത്താവായ യേശുവേ,
കർത്താവായ യേശുവേ, ദൈവത്തിന്റെ പുത്ര ദൈവത്തിന്റെ പുത്ര, എന്നിൽ കനിയണമേ. എന്നിൽ കനിയണമേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ദൈവത്തിന്റെ പുത്ര ദൈവത്തിന്റെ പുത്ര, എന്നിൽ കനിയണമേ. എന്നിൽ കനിയണമേ.